ഹായ് മക്കളെ, കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഫോർ ദി റിയാക്ഷൻ, ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റേറ്റ് ലോ ഈസ് ഗിവൺ ആസ്, ഒരു റേറ്റ് ലോ ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 ഈസ്, O2വുമായി ബന്ധപ്പെട്ടുള്ള ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ O2വുമായി ബന്ധപ്പെട്ടുള്ള ഇയാളുടെ ഓർഡർ എത്ര എന്ന് ചോദിച്ചാൽ O2വിൻ്റെ പവർ എത്രയാണെന്ന് നോക്കിയാൽ മതിയടാ. O2വിൻ്റെ പവർ ഇവിടെ എത്രയാണ്? 1 ആണല്ലോ. അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു NO എന്നായിരുന്നെങ്കിൽ അത് 2 ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് മാത്രമായിരുന്നെങ്കിൽ 2 + 1 ആൻസർ 3 എന്ന് വന്നേനെ. അപ്പോൾ ചോദ്യത്തിൽ ശ്രദ്ധിക്കണം, ഓർഡർ ഓഫ് റിയാക്ഷൻ ആണോ, ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എനി വൺ ഓഫ് ദി റിയാക്റ്റൻ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ആൻസർ കാണാൻ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ ഓവറോൾ ഓർഡർ എത്ര, മോളിക്കുലാരിറ്റി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ, ഓർഡർ കാണാൻ നിങ്ങൾ റേറ്റ് ലോ ഇക്വേഷനിലേക്ക് നോക്കണം. ഇതാണ് റേറ്റ് ലോ ഇക്വേഷൻ. അതിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിൻ്റെ സമ്മിനെ അല്ലേ നമ്മൾ ഓർഡർ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവർ എന്ന് പറഞ്ഞാൽ 3/2 പിന്നെ എത്രയുമാണ്? 1/2. അതിൻ്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. 3/2 എന്ന് പറഞ്ഞാൽ 1.5, 1/2 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1.5യും 1/2യും കൂട്ടിയാൽ ഫൈനൽ ആൻസർ 2 എന്ന് വരും. നിന്നോട് മോളിക്കുലാരിറ്റിയും ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞേ, മോളിക്കുലാരിറ്റി കാണാൻ നീ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് അല്ല നോക്കേണ്ടത്, റിയാക്ഷനിലേക്കാണ് നോക്കേണ്ടത്. ഈ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റുകളുടെ കോഎഫിഷ്യൻ്റ് എത്രയാണെന്നാണ് നോക്കേണ്ടത്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് നോക്കേണ്ടത്. റിയാക്റ്റൻ്റ് ഇവിടെ എയും ബിയും ഉണ്ട്. അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റുകൾ 1 + 1 ആൻഡ് ദി ആൻസർ ഈസ് ഓൾസോ 2. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും ഇവിടെ ഈക്വൽ ആണെങ്കിലും രണ്ടും ഒരേ രൂപത്തിലല്ല അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് ചിന്തിക്കുക. ഓർഡർ ആണെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷനിലെ പവറുകളുടെ സമ്മാണ്, മോളിക്കുലാരിറ്റി ആണെങ്കിൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റുകളുടെ സമ്മാണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി ഓർഡർ ഓഫ് റിയാക്ഷൻ ഇഫ് ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് മോൾ പെർ ലിറ്റർ റേസ് ടു മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. എടാ, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റിനെ കുറിച്ചാണ് ചർച്ച. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1 എന്നതിലെ n എന്താണെന്ന് മനസ്സിലാക്കണം. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷനാണ്. ഓർഡർ ഓഫ് റിയാക്ഷനാണ്. ഇഫ് ദി റിയാക്ഷൻ്റെ ഓർഡർ n = 0 ആണെന്ന് വിചാരിക്കുക. n = 0 ആണെങ്കിൽ യൂണിറ്റ് ഓഫ് k എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മോൾ റേസ് ടു 1 - 0 ദാറ്റ് ഈസ് 1, ലിറ്റർ റേസ് ടു 0 - 1 ദാറ്റ് ഈസ് -1, സെക്കൻഡ് റേസ് ടു -1. അതല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇയാളുടെ ഓർഡർ 0 ആണെന്ന് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മോൾ റേസ് ടു 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0, മോൾ റേസ് ടു 0 എന്ന് വരും. ലിറ്റർ റേസ് ടു 1 - 1 ദാറ്റ്സ് ഓൾസോ 0, അപ്പോൾ ലിറ്റർ റേസ് ടു 0 എന്ന് വരും. ആൻഡ് ഫൈനലി സെക്കൻഡ് റേസ് ടു -1 എന്നത് മാത്രം ബാക്കിയാകും. എനിത്തിങ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. അപ്പോൾ മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0 ഒക്കെ പോയി ഫൈനൽ ആൻസർ സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രമാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് കെ, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ. പരീക്ഷയ്ക്ക് നിന്നോട് ചിലപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള 2 ഡിഫറൻസ് ഒക്കെയാണ് ചോദിക്കുക. എന്തിന് നമ്മൾ 2 ആക്കണം? നമ്മൾ 4 പറഞ്ഞു കൊടുക്കും. ദ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിൽ 4 ഡിഫറൻസ് ഉണ്ട്. ഒന്ന് പഠിച്ചു വെച്ചോ. ഓർഡർ എന്നാൽ എന്താണ് എന്നതിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം നിങ്ങൾ പറയേണ്ടത്. ഓർഡർ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു സമയം റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂളുകളുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. ദെൻ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അടുത്ത വാക്കാണ് ഓർഡർ ഈസ് എക്സ്പെരിമെൻ്റൽ. ഓർഡർ എക്സ്പെരിമെൻ്റലാണ്, തിയററ്റിക്കൽ അല്ല. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി നോക്കിയിട്ടേ നമുക്ക് ഓർഡർ പറയാൻ പറ്റൂ. പക്ഷേ മോളിക്കുലാരിറ്റി തിയററ്റിക്കലാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി നോക്കണമെന്നില്ല, തിയററ്റിക്കലി അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ മോളിക്കുലാരിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഓർഡർ ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. ഓർഡറിൻ്റെ വാല്യൂ ഹോൾ നമ്പർ എന്തായാലും ആവാം,
അതിന് പുറമെ 0 ആവാം, ഓർഡറിൻ്റെ വാല്യൂ ഫ്രാക്ഷണൽ ആവാം, 1.5 2.5 ഒക്കെ ഓർഡർ വേണമെങ്കിൽ വരാം. പക്ഷെ മോളിക്കുലാരിറ്റിക്ക് 0 ആവാൻ കഴിയില്ല, ഫ്രാക്ഷണൽ ആവാൻ കഴിയില്ല. ഓർത്ത് വെക്കുക, ഓർഡറിന് പറ്റുന്നത് മോളിക്കുലാരിറ്റിക്ക് പറ്റില്ല. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഓർഡറിനെ കുറിച്ച് പറയാണ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും സെവറൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും ആ റിയാക്ഷൻ്റെ ഓർഡർ ഇത്രയാണ് എന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. ആ റിയാക്ഷന് ഒരു ഓർഡർ ഉണ്ടാകും. പക്ഷെ മോളിക്കുലാരിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ പറ? എലമെൻ്ററി റിയാക്ഷൻസിന് മാത്രമേ ഉള്ളൂ. കോംപ്ലക്സ് റിയാക്ഷൻസിന് മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, റൈറ്റ് ദി ഇൻ്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ ഫോർ 0 ഓർഡർ റിയാക്ഷൻ. എടാ 0 ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എന്ന് പറയുന്നത്, റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to R0 minus RT divided by T എന്നാണ്. R0 minus RT divided by T. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കാണാതെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണ് K is equal to 2.303 divided by T log R0 divided by RT. This is equation for first order reaction. രണ്ട് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസും നിർബന്ധമായും പഠിച്ചു വെച്ചോളണം. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും അതെ, 0 ഓർഡർ ആണെങ്കിലും അതെ. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് പച്ചക്ക് ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും എഴുതാനും പഠിക്കാനുള്ള ഇക്വേഷൻ ഈ കാണുന്നതല്ലേ ഉള്ളൂ. ഒന്ന് ഹൃദയത്തിലാക്കി വെച്ചോ മോനെ, ശരിക്കൊന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും 0 ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് ചോദിച്ചത്. രണ്ടും ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമിൻ ദി ഗ്രാഫ് ഗിവൺ ബിലോ. ഒരു ഗ്രാഫ് തന്നിട്ട് ഇതിൻ്റെ ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ, പൊന്നുമോനെ പബ്ലിക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഈ ആക്സിസ് എന്താണെന്ന് നോക്കിയാൽ മതി. ഈ ആക്സിസ് എന്താണെടാ? കോൺസെൻട്രേഷനാണ്. ഈ ആക്സിസ് ടൈമുമാണ്. കേൾക്കണേ മോനെ, ഇതാ ഈ ആക്സിസ് ടൈമാണ്. ഞാൻ വേറൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ആക്സിസിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഗ്രാഫുകളാണ് നിങ്ങൾ കാണുക. ഗ്രാഫിൽ രണ്ടിലും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ സെയിം ആയിരിക്കും. രണ്ടിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഏതോ ഒന്ന് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയാണ്, ഏതോ ഒന്ന് 0 ഓർഡർ റിയാക്ഷൻ്റെയാണ്. മറന്നു പോകരുതേ. ആരാണ് ഈ ആക്സിസിൽ നോക്കുക? ഈ ആക്സിസിൽ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ എന്ന് മാത്രമാണെങ്കിൽ അത് 0 ഓർഡർ റിയാക്ഷനാണ്. ലോഗ് കോൺസെൻട്രേഷൻ എന്നാണെങ്കിൽ, ലോഗ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഓർക്കുക? തൊട്ട് മുമ്പത്തെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓർത്താൽ മതി. 0 ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ നോക്കിക്കേ. എവിടെയാണടാ ലോഗ് ഉള്ളത്? ലോഗ് ഉള്ളത് ഫസ്റ്റ് ഓർഡറിലല്ലേ. അപ്പോൾ ഗ്രാഫിൻ്റെ ആക്സിസിൽ ലോഗ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫാണ്. ലോഗ് ഇല്ലെങ്കിൽ അത് 0 ഓർഡറിൻ്റെ ഗ്രാഫാണെന്ന് മറക്കാതിരിക്കുക. ഗ്രാഫിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കി വെച്ചോളണേ. ഈ രൂപത്തിലാണ് ഗ്രാഫ് തന്നിരിക്കുന്നതെങ്കിൽ അത് കാണാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഒരു റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദി റിയാക്റ്റൻറ്റ് ടേക്ക് ടു റെഡ്യൂസ് 3 gram. 5 gram റിയാക്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 3 gram കുറയാൻ എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ഡിവൈഡഡ് ബൈ RT എന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ശരിയല്ലേ? എന്നിട്ട് നിന്നോട് ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിക്കേ. നിന്നോട് ടൈം അല്ലേടാ ചോദിച്ചത്. 5 gram ഉള്ള ഒരു റിയാക്റ്റൻ്റ് 3 gram മാറാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ടൈമാണ് നീ കാണേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് R0 ഡിവൈഡഡ് ബൈ RT. ലോഗ് R0 ഡിവൈഡഡ് ബൈ RT. ഓക്കെ, എന്താ സംഭവിച്ചത്? ഈ കെ ഇങ്ങോട്ടും ടി അങ്ങോട്ടും ഞാൻ കൊണ്ടുപോയി. Then the value is 2.303 divided by k എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 1.15 into 10⁻³ ആണ്. ലോഗ് R0 എന്ന് പറഞ്ഞാൽ ലോഗ് R0 ലോഗ് 5 ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0, ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് RT. അത് എത്രയായിട്ടാണ് കുറയേണ്ടത്? 3 gram ആയിട്ടാണ് കുറയേണ്ടത്. അപ്പോൾ ലോഗ് 5 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി ഇതിൻ്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിലാണ് ചെയ്യേണ്ടത്. എടാ 2.3ഉം 1.15ഉം കട്ടായി പോയാൽ മുകളിൽ 2 എന്ന് വരും. 10⁻³ മുകളിലേക്ക് പോയാൽ 10⁻³ എന്ന് വരും. ആൻഡ് ലോഗ് 5/3യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോഗ് 5/3യുടെ വാല്യൂ 0.2 എന്ന് വരും. അതെങ്ങനെ വന്നു എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ 0.2 × 2 0.4, 0.4 × 10⁻³ 400 എന്ന ആൻസർ വരും. 400 seconds. കാരണം നമ്മളിവിടെ കണ്ടെത്തിയത്
ടൈമാണ്. അതുകൊണ്ട് 400 സെക്കൻഡ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസറായി. അപ്പോൾ ഈ ഇക്വേഷൻ ഹൃദയത്തിൽ ഇല്ലാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറ്റുന്ന അടുത്ത പണി പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൂടേണ്ടതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്? എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? എല്ലാ റിയാക്ഷനിലും നമുക്കറിയാവുന്നതുപോലെ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറഞ്ഞാണല്ലോ വരിക. എല്ലാ റിയാക്ഷനിലും റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുമല്ലോ, എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുകയല്ലേ ചെയ്യുക. എല്ലായ്പ്പോഴും റിയാക്റ്റൻറ്റിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ റിയാക്റ്റൻറ്റ് തുടക്കത്തിലെടുത്തതിൻ്റെ പകുതിയായി മാറാനെടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണെന്ന് പറ, ഹാഫ് ലൈഫ് പീരീഡ്. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ടു റെഡ്യൂസ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ടു ദി ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. ആദ്യം എടുത്തത് 100 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ പകുതിയായി മാറാൻ, അഥവാ 50 ഗ്രാമായി മാറാൻ, ആദ്യം എടുത്തത് 80 ഗ്രാം ആണെങ്കിൽ 40 ഗ്രാമായിട്ട് മാറാൻ, തുടക്കത്തിലെടുത്തതിൻ്റെ പകുതിയായി മാറാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. അങ്ങനെയാണെങ്കിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. എടാ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? T is equal to 2.303 divided by K log R0 divided by RT എന്നല്ലേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഹാഫ് ലൈഫ് കാണാൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും അതെ, സീറോ ഓർഡർ ആണെങ്കിലും അതെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുക എന്നതാണ്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഈ ടി എന്നതിന് പകരം ടി ഹാഫ് എന്ന് കൊടുക്കുക. ഓക്കെ, ടിക്ക് പകരം എന്ത് കൊടുക്കണം? ടി ഹാഫ് എന്ന് എഴുതണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പണി ആർ ടി എന്നതിന് പകരം R0 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതണം. ആർ ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ എന്നാണല്ലോ. ഫൈനൽ കോൺസെൻട്രേഷൻ എന്താവണം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ഹാഫ് ആവണം. അപ്പോൾ R0/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഡിറൈവ്ഡായി. ടിക്ക് പകരം ഞാൻ ടി ഹാഫ് എന്ന് കൊടുക്കുകയാണ്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു പറഞ്ഞോടാ 2.303 ഡിവൈഡഡ് ബൈ K ലോഗ് R0 എന്നത് അങ്ങനെ തന്നെ കിടക്കട്ടെ. R0 ഡിവൈഡഡ് ബൈ ആർ ടിക്ക് പകരം ഞാൻ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ശ്രദ്ധിക്ക്, R0 ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ R0യും കട്ടായി പോയി. മുകളിൽ ഒരു 1 വരും, താഴെ ഒരു 1/2 വരും. ദെൻ ദി ഫൈനൽ ഇക്വേഷൻ ഈസ് 2.303 ഡിവൈഡഡ് ബൈ K ലോഗ് 1 ഡിവൈഡഡ് ബൈ 1/2. 2 ചാടിക്കയറി മുകളിലെത്തി, ലോഗ് 2 എന്ന് വരും. ആൻഡ് ദി ഫൈനൽ ഇക്വേഷൻ ടു ടി ഹാഫ് ഈസ് 2.303 ഡിവൈഡ് ബൈ K ലോഗ് 2. ലോഗ് 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് കൊണ്ട് ലോഗ് 2ൻ്റെ വാല്യൂ 0.3 ആണ് വരിക. അതുകൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ടി ഹാഫ് കാണാനുള്ള ഫൈനൽ ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ K എന്നതാണ്. 0.693 ഡിവൈഡഡ് ബൈ K പഠിക്കടാ. 0.693 ഡിവൈഡഡ് ബൈ K പഠിച്ചോ കുഞ്ഞെ. 0.693 ഡിവൈഡഡ് ബൈ K. ഇതാണ് ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കാണാനുള്ള ഫൈനൽ ഇക്വേഷൻ. പൊന്നുമോനെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനിൽ എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ വരുന്നുണ്ടോ? 0.693 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. K എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ദെൻ വാട്ട് ഈസ് ദി ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ? നേരത്തെ പറഞ്ഞു തന്നെ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുക. R0 മൈനസ് RT ഡിവൈഡഡ് ബൈ K. അതിൽ ടിക്ക് പകരം ടി ഹാഫ് എന്ന് കൊടുക്കുക. R0 മൈനസ് RTക്ക് പകരം R0/2 എന്ന് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഡിവൈഡഡ് ബൈ K അങ്ങനെ തന്നെ എഴുതി. ദെൻ വാട്ട് ഈസ് ടി ഹാഫ്? R0 മൈനസ് R0/2. R0യിൽ നിന്ന് അതിൻ്റെ ഒരു പകുതി കുറക്കണം. ബാക്കി എന്തുണ്ടാകും? R0യുടെ മറ്റൊരു പകുതി ബാക്കി ഉണ്ടാകും. R0/2K ഈസ് ദി ഫൈനൽ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. Then what is the order of the reaction if its half life is independent of initial concentration? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആരാണ് ഓർഡർ ഓർഡർ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരുന്നു. അത് നമുക്കറിയാവുന്നത് കൊണ്ട് ഡയറക്റ്റ് തന്നെ അതിൻ്റെ ആൻസർ എഴുതി. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ. എടാ, ഈ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നേരെ ഹാഫ് ലൈഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്.
റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നോക്കിക്കേ, സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രമാണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് തന്നത്. സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അയാൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് നേരത്തെ നമ്മൾ യൂണിറ്റ് ഓഫ് കെ പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയതാണല്ലോ. അപ്പോൾ ടി ഹാഫ് കാണാനുള്ള ഇക്വേഷൻ 0.693/k ആണെന്ന് നേരത്തെ നമ്മളിവിടെ ചെയ്തു വെച്ചതാണ്. 0.693/k ശരിയല്ലടാ, 0.693/k. അതിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.693/5 × 10⁻². സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, പക്ഷേ ഞാൻ അതിൻ്റെ ഫർദർ ഫൈനൽ ആൻസർ കാണുന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊന്നും നമ്മുടെ ഇടയിലുള്ള ചർച്ചയല്ലല്ലോ, പബ്ലിക് എക്സാം ആണല്ലോ. നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ഞെക്കിയിട്ട് എൻട്രൻസ് ആകുമ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റർ കുഴിച്ചിടും. അടുത്ത നോക്കിക്കോ, കൺസിഡർ ദി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. തന്നിരിക്കുന്നത് ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്താണിത്? ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു എസ്റ്ററിനെ, ഇയാളാണ് എസ്റ്റർ, ഹൈഡ്രോളൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കിട്ടുമെന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഹൈഡ്രോളിസിസ് റിയാക്ഷൻസിലെല്ലാം വാട്ടറിൻ്റെ അളവ് എക്സസ് ആയിരിക്കും. വാട്ടർ എന്തായിരിക്കും പറ? എക്സസ് ആയിരിക്കും. അപ്പോൾ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുക? റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ, റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ, എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് എഴുതും. റേസ്ഡ് ടു അതിൻ്റെ പവറായിട്ട് എന്ത് കൊടുക്കും? ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണല്ലോ, അപ്പോൾ നമ്മൾ 1 കൊടുക്കും. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. H2Oയും ഇവിടെ റിയാക്റ്റൻ്റ് തന്നെയാണ്. ഇയാളുടെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണ്, പക്ഷേ ഇതിൻ്റെ പവറായിട്ട് നമ്മൾ കൊടുക്കുക 0 എന്നതാണ്. എന്താ കാര്യം? ഏതൊരാളും എക്സസ് ആയിട്ട് വന്നാൽ അതിൻ്റെ പവർ റേറ്റ് കോൺസ്റ്റൻറ്റിൽ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. ഏതൊരാളും, അതിപ്പോൾ വാട്ടർ ആവട്ടെ, വേറെ ഏതെങ്കിലും ആളാവട്ടെ, വെള്ളം എന്നുള്ളതിനോട് നമുക്ക് പ്രത്യേകിച്ച് എതിരൊന്നുമില്ലല്ലോ. അപ്പോൾ വെള്ളമാണെന്ന് കരുതിയിട്ടല്ല നമ്മളത് 0 കൊടുത്തത്. വെള്ളത്തിൻ്റെ അളവ് എന്തായതുകൊണ്ടാണ് പറ? എക്സസ് ആയതുകൊണ്ടാണ്. എക്സസ് എമൗണ്ട് ഓഫ് എനി റിയാക്റ്റൻ്റ് വന്നാൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ അതിൻ്റെ പവർ നമ്മൾ 0 ആയിട്ട് കൊടുക്കും, കണ്ടിപ്പാ കൊടുത്തിരിക്കും. പഠിച്ചല്ലോ. ഗീവ് ദി റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ദി എബവ് റിയാക്ഷൻ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി. അതാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ റേസ് ടു 1. ഐഡൻറ്റിഫൈ ദി ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദി എബവ് റിയാക്ഷൻ എന്നിവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എടാ, ഈ റിയാക്ഷൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതണമല്ലോ. റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഓർഡർ എത്രയാണ്? 1 + 0 ആണ്. that is equal to 1. Then what is molecularity? Molecularity ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ലോ എക്സ്പ്രഷനിലേക്കല്ല നോക്കേണ്ടത്, റിയാക്ഷനിലേക്കാണ് നോക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യൻറ്റും ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യൻറ്റും then 1 + 1 and the answer is 2. കിട്ടിയല്ലോ. അപ്പോൾ ഓർഡർ കാണുന്നിടത്താണ് എക്സസ് ആണെങ്കിൽ പവർ 0 എടുക്കുക എന്നൊക്കെ പറയുന്നത്. മോളിക്കുലാരിറ്റി കാണാൻ ആവാക പ്രാന്തൊന്നുമില്ല, നേരെ അതിൻ്റെ സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഗീവ് അറീനിയസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേംസ് ഇൻ ഇറ്റ്. അറീനിയസ് ഇക്വേഷൻ എന്താണ് എന്ന് തന്നെ ചോദിക്കും, അത് വെച്ച് കാൽക്കുലേഷൻ ചോദിക്കാറില്ല. കെ ഈസ് ഈക്വൽ ടു ഇത് നോക്കണ്ട, കെ ഈസ് ഈക്വൽ ടു പറ (AE⁻⁻RT). ഇതല്ലേടാ അറീനിയസ് ഇക്വേഷൻ? എന്താടാ? കെ ഈസ് ഈക്വൽ ടു (AE⁻⁻RT). കെ ഈസ് ഈക്വൽ ടു (AE⁻⁻RT). ഇതിലുള്ള ഓരോ ടേമുകളും പരിചയപ്പെടുത്തണം. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, നേരത്തെ പറഞ്ഞതാണ്. എ എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ലെറ്റർ ഇ അറിയാത്തവർ എഴുതി വെച്ചോളണം, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ആരടാ? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. EA ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്താണ്? ആക്ടിവേഷൻ എനർജി എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി? ഡിഫൈൻ ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി? കേൾക്കടാ, ഞാനിപ്പോൾ ഒരു റിയാക്റ്റൻ്റ് ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. എനിക്കൊരു പ്രൊഡക്റ്റായി മാറാൻ താല്പര്യമുണ്ട്. എല്ലാ റിയാക്റ്റൻറ്റിൻ്റെയും പോലെ എനിക്കും ഒരു പ്രൊഡക്റ്റായി മാറണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 100 ജൂൾ എനർജിയുമുണ്ട്. ഞാനൊരു പ്രൊഡക്റ്റായി മാറാൻ എനിക്ക് ഒരു ബാരിയർ കയറി ഇറങ്ങേണ്ടതുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഒരു 100 ജൂൾ എനർജിയല്ലേ ഉള്ളൂ, മിനിമം 1000 ജൂളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റായി മാറാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എത്ര? 100 ജൂൾ. എനിക്കത് മിനിമം എത്ര വരെ എത്തിക്കണം? 1000 ജൂൾ വരെ എത്തണം, എന്നാലേ എനിക്ക് ഒരു പ്രൊഡക്റ്റായി മാറാൻ പറ്റൂ. അപ്പോൾ എക്സ്ട്രാ ഇനി എനിക്ക് എത്ര ആവശ്യമുണ്ട്? 100 എൻ്റെ കയ്യിലുള്ളത്, 1000 എനിക്ക് ആവശ്യമുള്ളത്, എക്സ്ട്രാ 900 കൂടി എനിക്ക് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ഒരു റിയാക്റ്റൻ്റ് മോളിക്യൂളിന് പ്രൊഡക്റ്റായി മാറാൻ അയാൾക്ക് എക്സ്ട്രാ കിട്ടേണ്ട ആവശ്യമായ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി.
വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മിനിമം എമൗണ്ട് ഓഫ് എക്സ്ട്രാ എനർജി. അങ്ങനെ തന്നെ പറയണം, മിനിമം എമൗണ്ട് ഓഫ് എനർജി അല്ല, മിനിമം എമൗണ്ട് ഓഫ് എക്സ്ട്രാ എനർജി. ഇപ്പം അയാളുടെ കയ്യിലുള്ളതിൻ്റെ പുറമേ ഇനി ആവശ്യമുള്ളത് റിക്വയർഡ് ബൈ എ റിയാക്റ്റിംഗ് മോളിക്യൂൾ, റിയാക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂളിന് ആവശ്യമുള്ള ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്. ആ റിയാക്റ്റൻ മോളിക്യൂളിന് എന്തായി മാറാൻ പറ, പ്രൊഡക്റ്റായി മാറാൻ ഇനി എക്സ്ട്രാ ആവശ്യമുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2 1/T2 1/T1 മൈനസ് 1/T2. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. ആരോടും സംസാരിക്കാതെ പെട്ടെന്ന് സൈലൻ്റായിട്ട് ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് ഈ ഇക്വേഷൻ അങ്ങോട്ട് കാണാതെ പഠിക്കുക. ലോഗ് K2 ഡിവൈഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡ് ബൈ 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. വാല്യൂ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്ററിനോട് അഭിപ്രായം ചോദിച്ചാൽ മതി. ലോഗ് K2 ബൈ K1 എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. ഒരു റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യുന്നു? ഡബിൾ ആകുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ആണെന്ന് വിചാരിക്കുക. ഈ K2വിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, അത് തുടക്കത്തിലുള്ളതിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതി വെക്കേണ്ടത്? K2 എന്ന് പറയുന്നത് 2K1 അല്ലേ, K1ൻ്റെ ഡബിൾ ആണ്. അപ്പോഴല്ലേടാ റേറ്റ് കോൺസ്റ്റൻറ്റ് ബിക്കം റേറ്റ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ബിക്കംസ് ഡബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഡാറ്റയാണിത്. K2 എന്ന് പറയുന്നത് 2K1 ആണ്. ആ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണേ. അപ്പോൾ ലോഗ് K2 ഡിവൈഡഡ് ബൈ K1, K2വിന് പകരം ഞാൻ എന്താടാ കൊടുക്കുക? 2K1 എന്ന് കൊടുക്കും. അപ്പോൾ ഈ 2K1നെ ഞാൻ ഇവിടെ കൊടുത്താൽ K1ഉം K1ഉം കട്ടായി പോയാൽ log 2 എന്ന് മാത്രം ബാക്കിയാകും. ബാക്കി എന്തുണ്ടാകും? EA ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ പച്ചയ്ക്ക് ഇവിടെ തന്നിട്ടുണ്ട് 8.314 ആണ്, ഇൻറ്റു 1/T1 മൈനസ് 1/T2. T1 എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന ടെമ്പറേച്ചർ, T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുന്ന ടെമ്പറേച്ചർ. ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിനാണ്. 300 കെൽവിനാണ്. എന്നിട്ട് ഒരു 10 ഡിഗ്രി 10 കെൽവിൻ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്നാണ് കഥ. വായിച്ചു നോക്കിയാൽ മതി. ഫോർ ആൻ ഇൻക്രീസ് ഇൻ 10 കെൽവിൻ ഇൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഫ്രം 300 കെൽവിൻ. ആദ്യം 300 കെൽവിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിലേക്ക് ഒരു 10 ഡിഗ്രി കൂടി കൂട്ടി, അപ്പം 310 ആയല്ലോ. ദെൻ ഇത് കാൽക്കുലേഷൻ ഇനി എൻ്റെ ഭാഗമല്ല, ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി മാത്രമാണ് കാണേണ്ടത്. അത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഈ ഇക്വേഷൻ മറക്കാതിരിക്കുക. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ഇൻ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ? ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഓർത്ത് വെക്കുക. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറ? റേറ്റ് ഇൻക്രീസ് ചെയ്യും. രണ്ടിടത്തും റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ രണ്ടിലും റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ രണ്ടാണ്, ഓർത്ത് വെക്കുക. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ റേറ്റ് കൂടാനുള്ള കാരണം ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കൊളീഷൻ ആണ്. നമ്പർ ഓഫ് കൊളീഷൻ, റിയാക്റ്റൻ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഇടപാടുണ്ടല്ലോ, ആ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുമെന്നതാണ് ഏതിൻ്റെ? ഈ ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് കൂടാനുള്ള കാരണം. പക്ഷെ കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ റേറ്റ് കൂടാനുള്ള കാരണം ഡ്യൂ ടു ഡിക്രീസ് ഇൻ ആക്ടിവേഷൻ എനർജി. അദ്ദേഹം ആക്ടിവേഷൻ എനർജി കുറച്ചു കൊടുക്കുന്നു എന്നതാണ് കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്ട്രാ സാധനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ കാണാം. താങ്ക് യു.